പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ്. സ്ഥലം വരുന്നത് തേവയ്ക്കലാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വളരെ അടുത്ത് തന്നെയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം. എടപ്പള്ളിയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. മാത്രമല്ല വലിയൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. അതിനകത്ത് 4.5 സെന്റ് ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റിന്റെ 4+ യൂണിറ്റാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നുള്ളത്. അപ്പോൾ വീടിന്റെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിന്റെ എലിവേഷൻ ഒന്ന് കാണാം. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് വന്നുള്ളത്. 5 മീറ്റർ വൈഡ് റോഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 വാഹനങ്ങൾ ഈസി ആയിട്ട് കടന്നു പോവുകയും ചെയ്യും. മാത്രമല്ല പില്ലറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വന്നുള്ളത്. ഇവിടെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡിംഗ് ഗേറ്റ്, അതും സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് വന്നുള്ളത്. ഈസി ആയിട്ട് ഒരു വലിയ വാഹനം നമ്മുടെ പോർച്ചിനകത്തേക്ക് കടന്നു വീഴുകയും ചെയ്യും. അപ്പോൾ ടൈലാണ് വന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് തെക്ക് വശമാണ്. തെക്ക് വശത്ത് ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. അതായത് സൗത്ത് സൈഡാണ് ഈ കാണുന്നത്. വെസ്റ്റിലേക്കാണ് വീടിൻ്റെ ദർശനം വന്നിട്ടുള്ളത്. അതായത് പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വന്നിട്ടുള്ളത്. പിന്നെ വെൽ വാട്ടർ കണക്ഷനും ഉണ്ട്. മാത്രമല്ല KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. അങ്ങനെ 2 വാട്ടർ സോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇവിടെയും ഒരു വാഹനം പാർക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. വീടിന് ചുറ്റും മൊത്തത്തിൽ ടൈലിട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റിൽ തന്നെ നല്ലൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിനകത്തേക്ക് കയറാം. 2 പീസ് നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. വെസ്റ്റ് സൈഡിലാണ് വീടിൻ്റെ ഡോറിൻ്റെ ദർശനം വന്നിട്ടുള്ളത്. ഇവിടെ ഭംഗിയായിട്ട് ലിവിങ് സ്പേസിൽ ഭംഗിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ ടി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ മനോഹരമായിട്ട് ടി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വാൾപേപ്പറാണ് ഈ കാണുന്നത്. താഴെ പേബിൾസ് കാര്യങ്ങളൊക്കെ വിരിച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡ് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും 4 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇതിന്റെ നീളം വരുന്നത് തന്നെ 12.5 അടി നീളം വരുന്നുണ്ട്. 10 അടി വീതിയും വരുന്നുണ്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. നല്ല വിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. കൗണ്ടർ വരുന്നുണ്ട്. താഴെയും ഡിസൈനും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ വാഷ് ബേസും തന്നെയാണ് വന്നുള്ളത്. പില്ലർ കോക്ക് വരുന്നതും സെറയുടെ തന്നെയാണ്. പിന്നെ ഇവിടെയായിട്ട് ഒരു മിറർ വരാനുണ്ട്. ബാക്കിൽ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഭാഗത്തും വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. ഇവിടെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റെയറിന്റെ ഭാഗം താഴെ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റും വെക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. 3 ഫേസ് ലൈനാണ് വന്നുള്ളത്. ലെഗ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. വയർ വരുന്നത് വീഗാർഡാണ്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈ വശം നോർത്ത് സൈഡാണ്. ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. നോർത്തിലേക്ക് നമുക്ക് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേൺ ആണെങ്കിലും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു കളർ ഡിഫറൻസ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. ഇനി നല്ലൊരു വർക്ക് ഏരിയ കൂടി കാണാനുണ്ട്. നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുകയാണ് വർക്ക് ഏരിയ. ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് വന്നുള്ളത്. അതായത് പോളികാർബണിൻ്റെ ഷീറ്റാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് കറക്റ്റായിട്ട് അകത്തേക്ക് കടന്നു വരികയും ചെയ്യും. ഒരു ഇരുട്ട് കുത്തിയൊരു ഫീൽ നമ്മുടെ വർക്ക് ഏരിയയ്ക്ക് വരികയില്ല. ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ലാബിൻ്റെ മേലെ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കുക്ക് ചെയ്യാവുന്നതാണ്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്കൻഡ് കിച്ചണായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. 2 സൈഡും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് പോവുകയും ചെയ്യാം. ഇവിടെയും ഒരു സിങ്ക് വരുന്നുണ്ട്. ടാപ്പ് വരുന്നുണ്ട്. ഭാഗം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറാണ്. നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. റെയിൻ വാട്ടറൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഡൈനിങ് സ്പേസിന് മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് കയറി വരുമ്പോൾ എൻട്രൻസിൽ നിന്ന് മേലെ തന്നെയായിട്ട് സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു ഇന്റീരിയർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമിലാണ്. 12 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്, ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്, 3 പാളി ജനലാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റുകൾ തന്നെയാണ് വന്നുള്ളത്. ഇവിടെ 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് വന്നുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഡൈവറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന മാറ്റ് ടൈലാണെന്നുണ്ടെങ്കിൽ ഭിത്തി ക്ലോസ് ചെയ്യാണ്, PVC ഡോർ തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. 14 അടി നീളവും 10 അടി വീതിയുണ്ട്. പിന്നെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്, അത് സൗത്ത് സൈഡാണ്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു കബോർഡും കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിനുള്ള മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഇവിടെയും ബാത്റൂമിലേക്ക് വരാം. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത്. ഡൈവറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടവൽ റാഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഡോറും വന്നിരിക്കുന്നത് PVC ഡോർ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്ലിപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഗ്രാനൈറ്റ് തന്നെയാണ്, അതായത് ലെപ്പൂത്ര ഗ്രാനൈറ്റ് തന്നെയാണ് വന്നുള്ളത്. നമുക്ക് മേലേക്ക് കയറാം, ഈസി ആയിട്ട് കയറാം. സ്റ്റെപ്പിന് ഹൈറ്റ് വളരെ കുറവാണ്. പിന്നെ ഈ ഭാഗം വന്നിരിക്കുന്നത് നോർത്ത് സൈഡാണ്. പെർഗോളാസും അതിനോട് ചേർന്ന് തന്നെയായിട്ട് സ്ക്വയർ ട്യൂബും കൊടുത്തിട്ടുണ്ട്, അത് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഗ്ലാസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലാണ്. ഇവിടെയും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ ഭാഗത്തും നല്ലൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ, സീലിംഗ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിൻ്റെ മേലെയാണ്. 2 സൈഡായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സോഫ സെറ്റീസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്, മേലെയും ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്, 3 പാളി ജനൽ. ഇത് വെസ്റ്റ് സൈഡാണ്, അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ബുക്ക് ഷെൽഫുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചേർന്നത്. നേരെ നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിതിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 13.5 അടി നീളം വന്നിട്ടുണ്ട്, 11 അടി വീതിയും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ LED ലൈറ്റുകൾ വരുന്നുണ്ട്, നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. മിക്സഡ് ടാപ്പാണ് വന്നുള്ളത്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ, അതുപോലെ തന്നെ എക്സോസ്റ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ വരുന്നുണ്ട്, വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടൈൽ തന്നെയാണ്, അതായത് മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസി, നല്ല ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ പൊസിഷനിൽ വരുന്ന ബെഡ്റൂമിൽ തന്നെയാണ്. 14 അടി നീളം വരുന്നുണ്ട്, 11 അടി വീതി വരുന്നുണ്ട്, മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് സൗത്ത് സൈഡും ഇത് ഈസ്റ്റ് സൈഡും ആണ്. പിന്നെ ഇവിടെയായിട്ട് ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിളിനുള്ള മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. താഴത്തെ അതേ സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റിനുള്ള സ്പേസ്, മാത്രമല്ല ടവൽ റാഡ്, സോഫ്റ്റ് ട്രേ, ഇവിടെയായിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. ടൈൽ പാറ്റേൺ ഒരേ പാറ്റേൺ തന്നെയാണ്, ഡോറിൻ്റെ പാറ്റേണും മാറ്റമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്ക് വരാം. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്, ഫുള്ളി കവേർഡ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ആയിട്ട് വാട്ടർ ലൈൻ വരുന്നുണ്ട്, പവർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഇവിടെ വയ്ക്കാം. ഇവിടെ ഒരു അയൺ ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന സ്പേസ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് മേലേക്ക് പോകുന്നതാണ്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസ് കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണെന്നുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ഗ്ലാസ്സുമാണ് വന്നുള്ളത്. പിന്നെ പാരപ്പറ്റിന് നീളമുള്ളത് കൊണ്ട് നമുക്ക് നല്ല ചെടികൾ വയ്ക്കാനുള്ള സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മനോഹരമായുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടി. നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് 4.5 സെൻറ്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റ് 4+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്.
നല്ലൊരു ഡൈനിങ്ങും നല്ലൊരു ലിവിങ്ങും നല്ലൊരു യൂട്ടിലിറ്റിയൊക്കെ ഒരുക്കി മനോഹരമായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 87 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.